ജോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സെറ്റ് സാരികളുടെ കളക്ഷൻ കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഒത്തിരി വെറൈറ്റി ടൈപ്പ്. അതായത് നമുക്ക് ഒരു ഓണാഘോഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ സാരി മാറ്റി വെക്കേണ്ടതില്ല. നമുക്കത് വീണ്ടും യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഡിസൈൻസ്. ഇപ്പം ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് തന്നെ കണ്ടില്ലേ, നമുക്കൊരു ഓണാഘോഷത്തിന് മാത്രമല്ലല്ലോ, അല്ലാതെ നമുക്കിത് യൂസ് ചെയ്യാമല്ലേ. നിറയെ ഫ്ലോറൽ പ്രിൻ്റായിട്ട്, അതും നമുക്ക് ഉൾക്കൊള്ള 905 ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. ഇതിപ്പോൾ നമുക്ക് ഇച്ചിരി ഡാസിൽസൊക്കെ ഇതിൽ ഇങ്ങനെ പിടിപ്പിക്കാനും ഒക്കെ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു കളറിലുള്ള ഡാസിൽസൊക്കെ പിടിപ്പിച്ച ഈ സാരിക്ക് ഇരട്ടി ഭംഗിയായി, വിത്ത് ബ്ലൗസുമാണ്. അപ്പോൾ ഇതിൻ്റെ വേറെ കളർ ഇതുണ്ട്, വളരെ സോഫ്റ്റായിട്ട് ഭംഗിയായിട്ട് നമുക്കിത് വെയർ ചെയ്യാൻ പറ്റും. അതുപോലെ 1 ലെയറുമായിട്ടും നമുക്കിത് യൂസ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ വേറെ കളറുകൾ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിൻ്റുകളായിട്ടാണ് വന്നേക്കണേ. ഞാൻ ഇത് വിടർത്തുന്നില്ല, വെയർ ചെയ്തിരിക്കുന്ന സെയിം സാരിയുടെ മോഡലിൽ തന്നെ, പക്ഷേ ഇതിൻ്റെ ഫ്ലോറൽ പ്രിൻറ്റിൽ മാത്രം മാറ്റമുള്ളൂ. ഇത് മറ്റൊരു ഡിസൈൻ, ഇതിൻ്റെ ഫ്ലവറിൽ മാത്രമുള്ള മാറ്റം. ഇത് മറ്റൊരു ഡിസൈൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒത്തിരി ടൈപ്പ് ഉണ്ട്, എല്ലാം വെറൈറ്റികളാണ്, ഓരോന്നായിട്ട് കാണാം. ഇതാണ് ഇതിൻ്റെ മറ്റൊരു പാറ്റേൺ. ഇത് കോട്ടൺ ആണ് കേട്ടോ. കോട്ടണിൽ ഗോൾഡൻ സെറി, അതുപോലെ അത് ചെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. 2 സൈഡിലും ഈ കസവ് ബോർഡറും വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഈ സാരി ഓൾ ഓവർ വരിക. ഇങ്ങനെയാണ് പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുന്നത്. ഇതാണ് ഇതിൽ വരുന്ന ഡിസൈൻ. കോട്ടൺ മെറ്റീരിയലിലാണ് ഇത് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 1645. ഇതും കോട്ടൺ മെറ്റീരിയലിൽ ചെക്ക് പാറ്റേൺ ആയിട്ടാണ് ഇതും വരിക. ഒരു ഗോൾഡൻ സെറി വീവിങ് ആണ് വരുന്നത്. 2 സൈഡിലും കസവായിട്ട് വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. എല്ലാം വിത്ത് ബ്ലൗസാണ് കേട്ടോ. ഇങ്ങനെയാണ് വരിക ബോഡി പാർട്ട്, പ്ലീറ്റ്സിൻ്റെ ഭാഗം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1295. ഇതും കോട്ടൺ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത്. ഗോൾഡൻ സെറി വീവിങ് ആണ് ഫുള്ളായിട്ടും വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് എല്ലാത്തിൻ്റെയും ഇത് തന്നെ വരുന്നു. ഇത് റണ്ണിങ് ആയിട്ട് തന്നെ വരുന്നു. ഇങ്ങനെയാണ് വരിക. ഇതിൽ ഫുള്ളായിട്ടും ഈ ഗോൾഡൻ സെറി, നമ്മളങ്ങനെ കാണാത്ത ഒരു മോഡലിലാണ് ഇത് വന്നിരിക്കുന്നത്. കോട്ടനാണ്. നമുക്കത് സ്റ്റാർച്ച് ചെയ്തും യൂസ് ചെയ്യാം, കാരണം വെയ്റ്റ് ലെസ്സാണ്. കണ്ടോ, ആ ഗോൾഡൻ സെറി ഫുള്ളായിട്ടും വരുന്നു. 1395 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇങ്ങനെയാണ് ഇത് ഓൾ ഓവർ വരിക. ഇത് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സെറ്റ് സാരിയാണ്. 2 സൈഡിലും കസവ് ബോർഡർ. അതുപോലെ ഇതിൻ്റെ പല്ലുവിൽ ക്രോസ് സ്റ്റിച്ചാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് വരിക. നല്ല ഭംഗിയുള്ള ക്രോസ് സ്റ്റിച്ച്. ബോഡി പാർട്ട് സെയിം തന്നെ, പ്ലെയിനായിട്ട് 2 സൈഡിലും ബോർഡർ. പക്ഷേ ഇതിൻ്റെ പല്ലുവാണ് ഇതിനെ ഏറെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതിന് വിത്ത് ബ്ലൗസ് ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1085 ആണ്. അപ്പോൾ ഇനി ഞാൻ കാണിക്കുന്നതിൻ്റെ പല്ലുവിലുള്ള ഡിഫറൻസ്, ആ ക്രോസ് സ്റ്റിച്ചിലുള്ള ഡിഫറൻസ് മാത്രം. ബ്ലൗസ് പീസ് എല്ലാം സെയിം തന്നെ. ഉണ്ടോ, ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള പല്ലു. ഇങ്ങനെയാണ് ഇതിൻ്റെ ക്രോസ് സ്റ്റിച്ച് വരുന്നത്. ഇത് ഒരു വൈൻ ഷെയ്ഡിൽ. ബ്ലൗസ് പീസ് എല്ലാം സെയിം തന്നെയാണ്. റേറ്റ് 1085. ഇത് 2 സൈഡിലും കസവ് ബോർഡറുമായിട്ട് ഫുള്ളായിട്ടും സ്ട്രൈപ്സ് ആയിട്ട് വരുന്ന കോട്ടൺ മെറ്റീരിയലിൽ. കാരണം നമുക്കിത് സ്റ്റാർച്ച് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്ന നല്ല ഭംഗിയായിട്ട് തന്നെ. പല്ലു ഇങ്ങനെ വരുന്നു, വിത്ത് ബ്ലൗസുമാണ്. ഇതുണ്ടോ, ഇങ്ങനെയാണ് ഇത് വരിക. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 995 ആണ്. നല്ല ഡിസൈനിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഗോൾഡൻ ലൈൻസ് ഫുള്ളായിട്ടും വരുന്നു. റേറ്റ് ആയാലും വളരെ അഫോർഡബിൾ പ്രൈസ് എന്ന് തന്നെ പറയാം. 995 തന്നെ കോട്ടൺ മെറ്റീരിയലാണ് ഈ സ്ട്രൈപ്സ് ഫുള്ളായിട്ടും വരുന്നത്. 2 സൈഡിലും കസവ് ബോർഡറും കൂടെ വരുന്നു. ഇത് 2 സൈഡിലും കസവ് ബോർഡറുമായിട്ട് ഫുള്ളായിട്ടും സ്ട്രൈപ്സ് ആയിട്ട് വരുന്ന കോട്ടൺ മെറ്റീരിയലിൽ. കാരണം നമുക്കിത് സ്റ്റാർച്ച് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്ന നല്ല ഭംഗിയായിട്ട് തന്നെ. പല്ലു ഇങ്ങനെ വരുന്നു, വിത്ത് ബ്ലൗസുമാണ്. ഇതുണ്ടോ.
ഇങ്ങനെയാണ് ഇത് വരിക. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 995 ആണ്. നല്ല ഡിസൈനിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഗോൾഡൻ ലൈൻസ് ഫുള്ളായിട്ടും വരുന്നു. റേറ്റ് ആയാലും വളരെ അഫോർഡബിൾ പ്രൈസ് എന്ന് തന്നെ പറയാം. 995 തന്നെ കോട്ടൺ മെറ്റീരിയലാണ് ഈ സ്ട്രൈപ്സ് ഫുള്ളായിട്ടും വരുന്നത്. 2 സൈഡിലും കസവ് ബോർഡറും കൂടെ വരുന്നു. ഇതും കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഗോൾഡൻ സ്ട്രൈപ്സ് ആണ് ഫുള്ള് വരിക. 2 സൈഡിലും ബോർഡർ വരുന്നു. 925 റേറ്റിൻ്റെ ആണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഡാസിൽസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരിക. ഇനിയിപ്പോൾ ഇതിന് വേറെ റെഡിമെയ്ഡ് ബ്ലൗസ്, ബ്ലൂ അങ്ങനെയൊക്കെ നമുക്ക് ഇതിന് വെയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. ഇങ്ങനെ ലൈൻസ് വന്നിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ. ഇനി ഇതിൻ്റെ വേറെ കളറെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡാസിൽസിൽ മാത്രമേ മാറ്റമുള്ളൂ. ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്നു. ഇങ്ങനെയാണ് വരിക. റേറ്റ് 925. അതിൻ്റെ തന്നെ ഒരു പർപ്പിൾ ഷെയ്ഡ്. സോഫ്റ്റ് ടിഷ്യൂ മെറ്റീരിയലിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് വരിക. ഇതാണ് ഇതിൻ്റെ പല്ലു. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. 2 സൈഡിലും ബോർഡർ വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1525. ഇതും സോഫ്റ്റ് ടിഷ്യൂ തന്നെയാണ് വരുന്നത്. 2 സൈഡിലും കസവ് വരുന്നു, ബോർഡർ. അതുപോലെ ഒരേ ഫ്ലവേഴ്സായിട്ടാണ് ഇതിൻ്റെ ഫ്ലോറൽ പ്രിൻറ്റുകൾ വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1559 ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതിൻ്റെ വിത്ത് ബ്ലൗസിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ അതിൽ നിറയെ ഫ്ലോറൽ പ്രിൻറ്റും അതുപോലെ കസവ് ബോർഡറും കൂടെ വരുന്നു. ഇതിൻ്റെ തന്നെ മറ്റ് കളേഴ്സല്ല ഡിസൈൻസ്. ഇതിൽ ഒരു മയിൽപ്പീലി ആണ് ഇതിൻ്റെ പല്ലുവിൽ ഫുള്ളായിട്ട് വരിക. ബോഡി പാർട്ട് ഇങ്ങനെയാണ് വരിക. ഇത് മറ്റൊരു ഡിസൈൻ. ഇതും സോഫ്റ്റ് ടിഷ്യൂ തന്നെയാണ് വന്നിരിക്കുന്നത്. 2 സൈഡിലും ഇതിൻ്റെ ബോർഡർ വരുന്നു. അതോടനുബന്ധിച്ച് തന്നെ ഫ്ലോറൽ പ്രിൻസും വരുന്നുണ്ട് 2 സൈഡിലും. ഇങ്ങനെയാണ് ബോഡി പാർട്ടിൽ ഈ ഫ്ലോറൽ പ്രിൻറ്റും ബോർഡറും കൂടെ വരിക. ഇത് പ്ലേറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയും വരുന്നു. ഇതാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. എന്നിട്ട് ഈ ബോർഡറും കൂടെ വരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1638 ആണ്. ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചുകളാട്ടോ. ഒരു മെറൂൺ ഷെയ്ഡിൽ. ബാക്കിയെല്ലാം ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് സെയിം തന്നെ. കളർ ചേഞ്ചിൽ മാത്രം മാറ്റമുള്ളൂ. ഇതൊരു മെറൂൺ ഷെയ്ഡ്. ഇതൊരു ബ്ലൂ. എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈനിലാട്ടോ വന്നിരിക്കുന്നത്. ഇതൊരു പിങ്ക് ഷെയ്ഡ്. ഇത് തന്നെ എല്ലാം. പക്ഷേ ഇതിൻ്റെ ഈ ഡിസൈനിൽ ഈ കളർ ചേഞ്ച്, ഫ്ലവേഴ്സിലുള്ള കളർ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. ഇതൊരു സഫയർ ബ്ലൂ ഷെയ്ഡിലുള്ള ഫ്ലവർ. വേറെ മാറ്റങ്ങളൊന്നും ഇതിനില്ല. റേറ്റ് 1638. ഇതൊരു ഗ്രീൻ. ഇത് ഒരു ടിഷ്യൂ മെറ്റീരിയലിൽ വന്നിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഈ കസവ് ബോർഡറിൽ തന്നെയാണ് ഇതിൻ്റെ ഫ്ലോറൽ പ്രിൻറ്റ് വന്നിരിക്കുന്നത്. 2 സൈഡിലും ആ ബോർഡർ വന്നിരിക്കുന്നു. ബോർഡറിൽ ആ പ്രിൻറ്റ് വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയും വരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1656 ആണ്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കേട്ടോ. ബ്ലൗസ് പീസിൻ്റെ അതിൽ ആ പീസിൽ ഈ ഡിസൈൻ വരുന്നില്ല. ബോർഡർ ആ കസവായിട്ട് തന്നെ ബ്ലൗസ് പീസും വരുന്നു. ഇതിൻ്റെ കളർ ഷെയ്ഡാണ് ഇനി. ഇതൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് സെയിം തന്നെ. ഇതിൻ്റെ ആ ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ കളറിൽ മാത്രമേ മാറ്റമുള്ളൂ. റേറ്റ് 1656. ഇതൊരു മെറൂൺ ഷെയ്ഡിൽ വന്നിരിക്കുന്നു. ഇതൊരു ഗ്രീൻ ഷെയ്ഡും.
അപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്നതിൽ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.